welcome to Kids Area Online Class for EVS. കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസ് ആണ് കേട്ടോ. ഓണം എക്സാം ക്ലാസ് ആണ്. മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിൽ ക്ലാസ്സുകൾ ഉണ്ട്. അത് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കാണുക. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾ ഈ ക്ലാസ് കാണുക. മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾക്കായിട്ട് ചെയ്തിട്ടുള്ള ആ ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡാപ്റ്റേഷൻ. എന്താണ് അഡാപ്റ്റേഷൻ? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ചെടികൾ, ജന്തുക്കൾ. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ്. അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് ഉണ്ട്. ദാറ്റ് ഹെൽപ്പ് ദം, ആ ബോഡി ഫീച്ചേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. സർവൈവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെന്റ്സ്, അത് ജീവിക്കുന്ന എൻവയോൺമെന്റിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് സഹായിക്കുന്നു. അതായത് ഒരു പ്ലാന്റോ അനിമലോ എന്തോ ആയിക്കൊള്ളട്ടെ, അതിന് ഒരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി, ഇപ്പോൾ മീൻ, ഫിഷിന് വെള്ളത്തിലേ ജീവിക്കാൻ പറ്റൂ. വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്ന ശാരീരിക സവിശേഷം ബോഡി ഫീച്ചേഴ്സ് ആണ് ഫിഷിനുള്ളത്. ഇനി അതുപോലെ തന്നെയാണ് പോളാർ ബിയർ ധ്രുവ കരടി. അതിനെന്താണ്? മഞ്ഞ്, നമ്മുടെ തണുപ്പ്, ഐസിലാണ് താമസിക്കുക. അതിന് അതിൻ്റെതായിട്ടുള്ള ശരീരമുണ്ട്. താറാവ് നമ്മുടെ വെള്ളത്തിലും നീന്തും കരയിലും. ആമ വെള്ളത്തിലും കരയിലും. തവള വെള്ളത്തിലും കരയിലും. അപ്പോൾ ഓരോ ജീവികൾക്കും, കരയിൽ താമസിക്കേണ്ട ജീവികൾക്ക് അതിന് പറ്റിയ ബോഡി ഫീച്ചേഴ്സ് ആയിരിക്കും. വെള്ളത്തിലാണെങ്കിൽ അതിന് പറ്റിയത്, മഞ്ഞത്താണെങ്കിൽ അതിന് പറ്റിയത്, തണുപ്പുള്ളതാണെങ്കിൽ അതിന് പറ്റിയ ബോഡി ഫീച്ചർ ആയിരിക്കും. ഇനി ആകാശത്ത് താമസിക്കാൻ അതിന് പറ്റിയത്. അപ്പോൾ ഓരോ പ്ലാന്റിനും ആനിമൽസിനും ബോഡി ഫീച്ചർ ഉണ്ട്. എങ്ങനത്തെ ബോഡി ഫീച്ചറാണ്? സ്പെസിഫിക് എൻവയോൺമെന്റിനനുസരിച്ചിട്ടുള്ള ബോഡി ഫീച്ചർ ഉണ്ട്. അപ്പോൾ അതാണ് അഡാപ്റ്റേഷൻ. എങ്ങനെ പഠിക്കാം? എനി ബോഡി ഫീച്ചർ ദാറ്റ് ഹെൽപ്പ് ആൻ ഓർഗാനിസം survive in its environment is called adaptation. Okay, body feature that help an organism. ഒരു ഓർഗാനിസത്തിനെ ബോഡി ഫീച്ചർ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാ? സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ്, അതിൻ്റെ ചുറ്റുപാടിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന ബോഡി ഫീച്ചർ that help an organism survive in environment is called adaptation. ഇപ്പോൾ ഒരു ജീവിക്ക് ഒരു സ്ഥലത്ത് ജീവിക്കണമെങ്കിൽ അതിന് പറ്റിയ ശരീരം ഉണ്ടായിരിക്കും. അതാണ് അഡാപ്റ്റേഷൻ. ഇവിടെ നോക്കിയേ, ഇതെന്താണ്? ലോട്ടസ് അല്ലെങ്കിൽ വാട്ടർ ലില്ലി, എന്തോ ആയിക്കോട്ടെ, ആമ്പലോ താമരയോ എന്തോ ആയിക്കോട്ടെ, ഇത് ഫ്രോഗാണ്. അപ്പോൾ ഈ വാട്ടർ ലില്ലി എന്താണ്? വെള്ളത്തിലാണ് വളരുന്നത്, ജലത്തിലാണ്. അപ്പോൾ വെള്ളത്തിൽ വളരാൻ വേണ്ട ബോഡി ഫീച്ചർ ആർക്കുണ്ടായിരിക്കും? ഈ ലോട്ടസ് അല്ലെങ്കിൽ വാട്ടർ ലില്ലിക്ക് ഉണ്ടാവും. വാട്ടർ ലില്ലി ആമ്പലിനുണ്ടാവും. ഓക്കെ, ഇത് കരയിൽ വളർത്തിയാൽ വളരുമോ? കരയിൽ മണ്ണിൽ കുഴിച്ചിട്ടാൽ വളരുമോ? ഇല്ല. ഇത് എവിടെ തന്നെ വളരണം? വെള്ളത്തിൽ. കാരണം അതിന് പറ്റിയ ബോഡി ഫീച്ചറാണ്. ആമ്പലിൽ വെള്ളത്തിൽ വളരാൻ പറ്റിയ ബോഡി ഫീച്ചറാണ് ഉള്ളത്. എന്തൊക്കെയാണ്? വി ഫ്ലോട്ട് ഇൻ വാട്ടർ, നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റെം, നമ്മുടെ സ്റ്റെം, ഇതിൻ്റെ തണ്ടിൽ എയർ സാക്സ് ഉണ്ട്, വായു അറകളുണ്ട്. എയർ സാക്സ്, വായു അറകളുണ്ട്. അപ്പോൾ ഈ തണ്ടിൽ വായു അറ അതിനുള്ളത് കൊണ്ടാണ് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. മനസ്സിലായോ? തണ്ടിൽ വായു അറകൾ ഉള്ളത് കൊണ്ട് അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്താണ് വെള്ളത്തിൽ വളരുന്ന ചെടികൾ നിൽക്കുക. അപ്പോൾ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ വളരുന്ന ചെടികൾക്ക് എന്ത് ബോഡി ഫീച്ചറാണുള്ളത്? എയർ സാക്സ് ഉണ്ട്. അതിൻ്റെ സ്റ്റെമ്മിൽ എന്തുണ്ട്? എയർ സാക്സ് ഉണ്ട്. ഇവിടെ ഫ്രോഗ് എന്താ പറയുന്നേ? വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. ഞങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയും,
കരയിലും വെള്ളത്തിലും ആര് ജീവിക്കും? ഫ്രോഗ് ജീവിക്കും. കാരണം എന്താ? അതിന് വെള്ളത്തിൽ നീന്താൻ പറ്റും. വെള്ളത്തിൽ നീന്താൻ എന്താ അതിൻ്റെ ബോഡി ഫീച്ചർ എന്താണ്? ഇവിടെ നോക്കിയേ, ഫിംഗേഴ്സ് തമ്മിൽ സ്കിൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. മനസ്സിലായോ? അപ്പോൾ ഓരോ ജീവിക്കും അതിൻ്റെ എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാനുള്ള ബോഡി ഫീച്ചർ ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ മനസ്സിലായല്ലോ? ഓക്കെ. വാട്ട് ഈസ് ഹാബിറ്റേറ്റ്? ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ് ഈസ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. ഒരു ജീവിക്ക്, ഒരു ഓർഗാനിസത്തിന് ജീവിക്കുന്ന ആ ചുറ്റുപാടും, നമ്മൾ നേരത്തെ പഠിച്ച അഡാപ്റ്റേഷനിൽ പഠിച്ച എൻവയോൺമെന്റ് ഇല്ലേ, ആ എൻവയോൺമെന്റ്, ആ ജീവിക്കുന്ന ചുറ്റുപാട്, ഒരു ജീവി ജീവിക്കുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്? ഹാബിറ്റേറ്റ് എന്ന് പറയുക. ഒരു ജീവി ജീവിക്കുന്ന സ്ഥലത്തെയാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുക. ഇനി മീൻ എന്താണ്? കടലിലാണ് താമസിക്കുന്നത്. കടൽ എന്ന് പറയുന്നത് ഒരു ജീവിക്കുന്ന സ്ഥലം, അത് ഹാബിറ്റേറ്റ്. ഇനി വയലാണെങ്കിൽ, ഫീൽഡ് വയലാണെങ്കിൽ അതൊരു ഹാബിറ്റേറ്റ്. സ്കൈ, ആകാശത്ത് താമസിക്കുന്നതാണെങ്കിൽ സ്കൈ എന്ന് പറയുന്ന ഒരു ഹാബിറ്റേറ്റ് ആണ്. ട്രീയിൽ താമസിക്കുന്നതാണെങ്കിൽ ട്രീ എന്ന് പറയുന്ന ഒരു ഹാബിറ്റേറ്റ് ആണ്. അപ്പോൾ എവിടെയാണോ ഒരു ജീവി ജീവിക്കുന്നത്, ഇപ്പോൾ വനത്തിലാണ്, കാടിലാണെങ്കിൽ, ഫോറസ്റ്റ് ആണെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്, ഹാബിറ്റേറ്റ് ആണ്. ഒരു ജീവി ജീവിക്കുന്ന എൻവയോൺമെന്റിനെയാണ് എന്ത് പറയുന്നത്? ഹാബിറ്റേറ്റ്. ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ് ഇൻ ഇറ്റ്സ് ഹാബിറ്റേറ്റ്. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് that the organism need to survive. ആ സ്ഥലത്ത് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ആ എൻവയോൺമെന്റിൽ ഉണ്ടാവും. ഓക്കെ. എ ഹാബിറ്റേറ്റ്, ഒരു ഹാബിറ്റേറ്റിൽ, ഒരു വാസസ്ഥലത്ത്, ഒരു ജീവി താമസിക്കുന്ന ആ വാസസ്ഥലത്ത് ആ ജീവിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് that the organism need to survive. അവിടെ ജീവിക്കാൻ, ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഹാബിറ്റേറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ജീവിക്കുന്ന എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ് ഈസ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പോണ്ട്, കുളത്തിലാണ് മീൻ താമസിക്കുക. അപ്പോൾ മീനിന് വേണ്ട എല്ലാ കാര്യങ്ങളും കുളത്തിൽ, മീൻ കഴിക്കേണ്ട ആഹാരം ഉണ്ടാവും, അതിന് വേണ്ട ശ്വാസം ഉണ്ടാവും, അതിന് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ആ പോണ്ടിലുണ്ടാവും. ഇനി ഇവിടെ എന്താണ്? കൊക്ക്. ഇവിടെ കൊക്കിന് എന്താണ് വേണ്ടത്? ഫീൽഡ്, വയലിലാണ് താമസിക്കുക, വയലിൻ്റെ കരയിലാണ്. കാരണം എന്താ? അതിന് വേണ്ടത് മീനാണ്. ചെളിയിലിറങ്ങി മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം എവിടെ ഉണ്ടാവും? ആ വയൽ, ഫീൽഡിൽ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ ചുറ്റുപാട് വയലാണ്, അത് താമസിക്കുന്ന ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ്, ഒരു ജീവി ജീവിക്കുന്ന എൻവയോൺമെന്റിനെയാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ചുറ്റുപാടിനെയാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. പോണ്ട്, റിവർ, ഫീൽഡ്, ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾ ആണ്. ഓക്കെ. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ്, ഒരു ജീവി, ഒരു ഓർഗാനിസം സർവൈവ് ചെയ്യാൻ വേണ്ട എൻവയോൺമെന്റ് ആണ് ഹാബിറ്റേറ്റ്. ഈ ഹാബിറ്റേറ്റ്, ആ ആവാസത്തിൽ, ആ സ്ഥലത്ത് എന്തുണ്ടാവും? ജീവനുള്ളവയും ജീവനില്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും. പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആർ എക്സാമ്പിൾ ഓഫ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിന് എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. ഇനി നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്തവ എന്തൊക്കെയാണ്? സോയിൽ, എയർ, വാട്ടർ, സൺലൈറ്റ്, ഇതെല്ലാം എന്താണ്? ജീവനില്ലാത്തവയാണ്. ഇപ്പൊ നമുക്ക് ആദ്യം ഒരു ഹാബിറ്റേറ്റ്, നമുക്കൊരു പോണ്ട് എടുക്കാം. പോണ്ട് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റേറ്റ് ആണ്. പോണ്ട് എന്ന് പറയുന്ന ഹാബിറ്റേറ്റിൽ ലിവിങ് തിങ്സ് എന്തൊക്കെയുണ്ട്? ഫിഷ്, ഫ്രോഗ്, പ്ലാന്റ്സ്. ആ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലോട്ടസ്, അതുപോലെയുള്ള ജലസസ്യങ്ങൾ, വാട്ടർ പ്ലാന്റ്സ്. ഓക്കെ. ഇനി അവിടെ ജീവൻ ഇല്ലാത്തത് എന്തൊക്കെയുണ്ട്? സ്റ്റോൺ, കല്ലുണ്ട്, മണ്ണുണ്ട്, സോയിലുണ്ട്, മണ്ണുണ്ട്, വെള്ളം, വാട്ടർ, ഇതിനൊന്നും എന്തില്ല? ജീവനില്ല. അപ്പോൾ ഒരു സ്ഥലത്ത്, ഒരു ഹാബിറ്റേറ്റിൽ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്, കണ്ടോ? ഈ പിക്ചറിൽ ഒരുപാട് ഹാബിറ്റേറ്റ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? തണുപ്പുള്ള ഒരു പ്രദേശമാണ്. ഇതെന്തൊരു ഡിസേർട്ടാണ്. ഇത് മൗണ്ടെയിൻ ആണ്. ഇത് ഫോറസ്റ്റ് ആണ്. ഇതെന്താണ്? റിവർ ആണ്. റിവർ കാണുന്നുണ്ട്. സീ, കടൽ കാണുന്നുണ്ട്. പോണ്ട് കാണുന്നുണ്ട്. സീ കാണുന്നുണ്ട്. അതുപോലെ റിവർ കാണുന്നുണ്ട്. ഇതൊക്കെ, ലേക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഓരോ ഹാബിറ്റേറ്റ് ആണ്. ഓരോ ഹാബിറ്റേറ്റിലും ജീവിക്കുന്ന ജീവികളാണ്. ഡിസേർട്ടിൽ ആർക്കേ താമസിക്കാൻ പറ്റൂ?
കടുവയ്ക്കും പുലിക്കും ആനയ്ക്കും പോയി ഡിസേർട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതിന് ബോഡി ഫീച്ചർ അതിന് പറ്റത്തില്ല. ഇതിന് എവിടെയാ ഈ കാട്ടിൽ താമസിക്കേണ്ട ബോഡി ഫീച്ചറാണുള്ളത്. ക്യാമലിന് ഡിസേർട്ടിൽ താമസിക്കേണ്ട ബോഡി ഫീച്ചറാണുള്ളത്. ഫിഷിന് വെള്ളത്തിൽ താമസിക്കേണ്ട ബോഡി ഫീച്ചറാണ്. ഇത് പോളാർ ബെയർ, പെൻഗ്വിൻ ഇതിനൊക്കെ ഈ മഞ്ഞ് തണുപ്പ് പ്രദേശങ്ങളിൽ താമസിക്കേണ്ട സ്ഥലങ്ങളാണ്, ബോഡി ഫീച്ചറാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഹാബിറ്റേറ്റിലും ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. എന്തൊക്കെയുണ്ട് ലിവിങ് തിങ്സ്? ക്യാമൽ എന്ന് പറയുന്നത്, ഡിസേർട്ട് എന്ന് എഴുതി, ഡിസേർട്ട് അല്ല, ക്യാമൽ എന്ന് പറയുന്നത് ലിവിങ് തിങ്സ് ആണ്. ക്യാമൽ ലിവിങ് ആണ്, ജീവനുള്ളതാണ്. പോളാർ ബിയർ ജീവനുള്ളതാണ്. പെൻഗ്വിൻ ജീവനുള്ളതാണ്. ഡീർ ജീവനുള്ളതാണ്. ടൈഗർ ജീവനുണ്ട്. എലിഫന്റ് ജീവനുണ്ട്. ക്രെയിൻ കൊക്ക് ജീവനുണ്ട്. ഓക്കെ, ഇതൊക്കെ ജീവനുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്, ജീവനുള്ളവ. ഇനി ജീവൻ ഇല്ലാത്തവ നമുക്ക് എന്ത് എഴുതാം? നോൺ ലിവിങ് തിങ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? ഈ വെള്ളം, വാട്ടറിന് എന്തില്ല? ജീവനില്ല. ഇനി ഈ ബോട്ടിന് ജീവനുണ്ടോ? ഇല്ല, ബോട്ടിന് ജീവനില്ല. ഈ സ്റ്റോണിന് ജീവനുണ്ടോ? ഇല്ല, സ്റ്റോണിന് ജീവനില്ല. ഇനി സാൻഡ്, മണലിന് ജീവനുണ്ടോ? ഇല്ല. മൗണ്ടെയിൻ അല്ലെങ്കിൽ റോക്ക്, പാറ കഷ്ണങ്ങൾ ജീവനുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ജീവനില്ലാത്തത്. ജീവനുള്ളതും ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ ഒരു പിക്ചർ തന്നിട്ട് ഏതൊക്കെ ഹാബിറ്റേറ്റ് എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയാമല്ലോ. മൗണ്ടെയിൻ ഉണ്ട്, ഡിസേർട്ട് ഉണ്ട്, പോണ്ട് ഉണ്ട്, റിവർ ഉണ്ട്, ലേക്ക് ഉണ്ട്, പിന്നെ അതുപോലെ സീ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഓരോ ഹാബിറ്റേറ്റ് ആണ്. ഇനി അവിടുത്തെ ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് എഴുതാൻ ചോദിച്ചാൽ അറിയാലോ. മനസ്സിലായോ? യെസ്. Find and write down more examples of natural and man-made habitats. Natural habitats ഉണ്ട്, man-made habitats ഉണ്ട്. നാച്ചുറൽ ആയിട്ട് ഉണ്ടായതുകൊണ്ട് മനുഷ്യരുണ്ടാക്കിയതുമുണ്ട്. നാച്ചുറൽ ഹാബിറ്റ്സ് ഏതൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ളത് ഏതൊക്കെയുണ്ട്? നമുക്കറിയാം, ഫോറസ്റ്റ് എന്ന് പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇവിടെ ഫോറസ്റ്റ് നാച്ചുറൽ ആയിട്ട് ഉള്ളതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ ബോഡീസ്, ജലാശയങ്ങൾ, വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതുപോലെ ഡിസേർട്ട്, മരുഭൂമി, ഡിസേർട്ട് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. മൗണ്ടെയിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട്, പർവ്വതങ്ങൾ. പിന്നെ പോളാർ റീജിയൻ, ധ്രുവക്കരടിയൊക്കെ താമസിച്ച പോളാർ റീജിയൻ, പോളാർ ബിയർ ഉള്ള പോളാർ റീജിയൻ, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ആയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്, അങ്ങനെയുള്ള ഹാബിറ്റേറ്റ് ആണ്. മാൻമെയ്ഡ് എന്താണ്? അക്വേറിയം, ഫിഷിനെ നമ്മൾ വളർത്താറില്ലേ, ഫിഷിനെ, അക്വേറിയംസ് എന്താണ്? മാൻമെയ്ഡ് ആണ്. സൂ എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ്. ഗാർഡൻ എന്ന് പറഞ്ഞ പൂന്തോട്ടം, പിന്നെ അഗ്രികൾച്ചർ ഫീൽഡ്, ഇതൊക്കെ എന്താണ്? മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് ആണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സും ഉണ്ട്, മാൻമെയ്ഡും ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സ് ഉണ്ട്. ഓർമ്മയിരിക്കുമല്ലോ. എക്കോസിസ്റ്റം ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ecosystem is an environment where living and non-living things lives in interdependence. പരസ്പരം ആശ്രയിച്ചാണ് ജീവനുള്ളതും ജീവനില്ലാത്തതും ജീവിക്കുന്നത്. ഇപ്പൊ ഫിഷ് താമസിക്കുന്ന കുളത്തിലാണെങ്കിൽ കുളത്തിൽ എന്താണ്? ജീവനില്ലാത്തതും ഉണ്ട്, ജീവനുള്ള സാധനങ്ങളും ഉണ്ട്. അത് പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജീവനുള്ളത് ജീവനില്ലാത്തതിനെ ആശ്രയിക്കുന്നു, ജീവനില്ലാത്തത് ജീവനുള്ളതിനെ ആശ്രയിക്കുന്നു. പരസ്പരം ഇന്റർഡിപ്പെൻഡൻസ് ആയിരിക്കും. അതുണ്ടെങ്കിൽ, ജീവനുള്ളതുണ്ടെങ്കിലേ ജീവനില്ലാത്തതിനോ നിൽക്കാൻ പറ്റും, ജീവനില്ലാത്തതുണ്ടെങ്കിലേ ജീവനുള്ളതിനോ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരസ്പരമുള്ള ഇന്റർഡിപ്പെൻഡൻസ്, പരസ്പര ആശ്രയത്വം. ആ എൻവയോൺമെന്റിനാണ് എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം. ആൻഡ് എക്കോസിസ്റ്റം ഈസ് ആൻ എൻവയോൺമെന്റ് where living and non-living things live in interdependence. ഇന്റർഡിപ്പെൻഡൻസിൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ജീവിക്കുന്ന ചുറ്റുപാട്, എൻവയോൺമെന്റിനാണ് എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം. An ecosystem is an environment
where living and non-living things live in interdependence. ഇന്റർഡിപ്പെൻഡൻസ് വെച്ചിട്ട് അവർ ജീവിക്കുകയാണ്. ലിവിങ്ങും നോൺ ലിവിങ്ങും ഇന്റർഡിപ്പെൻഡൻസ് ആയിട്ട് ജീവിക്കുന്ന എൻവയോൺമെന്റിനാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ എൻവയോൺമെന്റ് where living and non-living things live in interdependence. ഇനി അതിൽ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ട്രീസ്, ഫീൽഡ്, പോണ്ട്, സ്ട്രീംസ്, ഹിൽസ്, സാക്രഡ് ഗ്രോവ്സ്, കാവ്. അതൊക്കെ എന്താണ്? സ്മോൾ എക്കോസിസ്റ്റമാണ്. സ്മോൾ ചെറിയ എക്കോസിസ്റ്റമാണ്. ഇനി വലിയ എക്കോസിസ്റ്റമാണ് നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടതുപോലെ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡിസേർട്ട്, സീസ്, പോളാർ റീജിയൻ. ഇതൊക്കെ ലാർജ് എക്കോസിസ്റ്റമാണ്. അപ്പോൾ സ്മോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ട്രീ ഉണ്ട്, പോണ്ട് ഉണ്ട്, ഹിൽ, അതൊക്കെയാണ്. ഫീൽഡ് ലാർജ് എന്ന് പറഞ്ഞാൽ ഡിസേർട്ട്, സീ, ഫോറസ്റ്റ്, ഇതൊക്കെ ലാർജ് എക്കോസിസ്റ്റമാണ്. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ അഡാപ്റ്റേഷൻ പഠിച്ചു, ഹാബിറ്റേറ്റ് പഠിച്ചു, ഹാബിറ്റേറ്റ് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പഠിച്ചു. അടുത്ത നാച്ചുറൽ ഹാബിറ്റേറ്റും മാൻമെയ്ഡ് ഹാബിറ്റേറ്റും പഠിച്ചു. ഇതെല്ലാം ചേർത്തിട്ട് എക്കോസിസ്റ്റം പഠിച്ചു. ഓക്കെ, മനസ്സിലായോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം ഇതിൽ നിന്നൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക, തെറ്റാതെ എഴുതുക. Okay children, bye bye. Thank you.